നമസ്കാരം. ദേവഭൂമി ജ്യോതിഷഫലം നമുക്കായി വിശകലനം ചെയ്യുന്നത് ശ്രീ മനീഷ് വാര്യർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനീഷ് വാര്യർ, വേദിക് അസ്ട്രോളജർ, ലൈഫ് കോച്ച്. ഇടവരാശി കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന പാദവും രോഹിണിയും മകീരത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് ഇടവരാശി. ഇടവരാശിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള അവരുടെ ആത്മാർത്ഥതയാണ്. പക്ഷെ അവർ അത് തുടങ്ങി വരാൻ കുറച്ച് സമയമെടുക്കുന്നതാണ്. എന്ത് സംഗതികൾ ചെയ്താലും അത് അവർക്ക് കുറച്ച് സമയമെടുത്തേ അവരത് തുടങ്ങത്തുള്ളൂ. അത് വളരെയധികം ആലോചിച്ച് താൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വേണം അവർക്കത് ചെയ്തെടുക്കാനായിട്ട്. അവർക്ക് പൊതുവെ പറയുമ്പോൾ അവർക്കൊരു ക്രിയേറ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് എല്ലാവരോടും വളരെയധികം സ്നേഹവും ആത്മാർത്ഥതയുമുണ്ട്. ആ ആത്മാർത്ഥത പലപ്പോഴും അവർക്ക് തിരിച്ച് ദോഷകരമായി തന്നെ വന്നു പെടാറുമുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ വർഷം ഇടവരാശിക്കാർക്ക് ഭാഗ്യം കൂടുതൽ ഉണ്ടാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും അതിലൂടെ ധനലാഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. പക്ഷെ വളരെയധികം ശ്രദ്ധയോടെ വേണം അവർ ഓരോ അവസരത്തെയും മുന്നോട്ട് കാണാനായിട്ട്. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ അവരെ ചതിക്കുകയും അതുമൂലം അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടെ വേണം അവർ കൊണ്ടുപോകാനായിട്ട്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരു കാലമായിട്ടാണ് ഈ വർഷം ഇടവരാശിക്കാർക്കുള്ളത്. അതായത് അവർക്ക് മത്സര പരീക്ഷകൾ വളരെയധികം ഉയർന്ന മാർക്കോടെ പാസ്സാകാനും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനുമുള്ള ഒരു യോഗം കൂടെ ഈ വർഷമുണ്ട്. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന പാദം, അത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം കുറച്ച് ക്ലേശകരമാണ്. അത് പ്രത്യേകിച്ചും അവരുടെ ആരോഗ്യത്തിലാണ് പറയുന്നത്. അത് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ടാകും. പക്ഷേ വിവാഹിതരായ ദമ്പതികൾക്ക് വളരെയധികം ഉത്തമമാണ് ഈ വർഷം. അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സന്തോഷപ്രദമായ കുടുംബജീവിതം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ കുടുംബത്തെ വാഹനം വാങ്ങിക്കാനുള്ള ഒരു യോഗവും കാർത്തികയുടെ അവസാന പാദത്തിലുള്ള നക്ഷത്രക്കാർക്ക് ഈ വർഷം ലഭിക്കുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹം ലബ്ധി ഉണ്ടാവുന്നതാണ്. വിവാഹം മുടങ്ങിക്കിടക്കുന്ന രോഹിണി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ഈ വർഷം വിവാഹം യോഗം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് സാമ്പത്തികപരമായും കുറച്ച് മെച്ചങ്ങൾ ഉണ്ടാവുന്നതാണ്. അതായത് പൂർവിക സ്വത്ത് ലഭിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ സഹോദരങ്ങളുമായിട്ടും ബന്ധുമിത്രാദികളുമായിട്ടും കുറച്ച് കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കണം. ഇവരുടെ ആരോഗ്യം തൃപ്തികരമാണ്. വിദ്യാർത്ഥികൾക്കായാലും കാലം അനുകൂലമാണ്. വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട്. മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവരാശിയിൽ വരുന്നത്. മകീരം നക്ഷത്രക്കാർക്ക് ഈ വർഷം കാലം അനുകൂലമാണ്. അവർക്ക് മകീരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം മെച്ചപ്പെട്ട ഒരു കാലമായിട്ടാണ് ഈ വർഷം പറയുന്നത്. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ വരികയും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടാണ്. വാഹനം വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ ഗ്രഹം മോടി പിടിപ്പിക്കാനും പുതിയ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുമുള്ള ഒരു യോഗവും ഈ വർഷം അവർക്കുണ്ട്. പക്ഷേ അവർ നിയമപരമായുള്ള കുറച്ച് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലമാണ്. പക്ഷേ കുടുംബത്തിലുള്ള ദമ്പതികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനൊരു സാധ്യത വരുന്നുണ്ട്. അതായത് പങ്കാളിയുമായി വഴക്കുണ്ടാവുകയും അതുമൂലം ഉണ്ടാകാവുന്ന കുറച്ച് ചെറിയ ചെറിയ മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകണം. വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇടവരാശിക്കാർ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനുമായി ശ്രീസൂക്ത മന്ത്രം ജപിക്കുകയും മഹാലക്ഷ്മി ഭജനം നടത്തുകയും അതുപോലെ തന്നെ ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. RKG നെയ്യ് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.